പ്രകൃതി കൃഷി ചെയ്യുമ്പോൾ വിത്തിടുന്നത് മുതൽ അതിൻ്റെ വിളവെടുപ്പ് വരെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നല്ല ഇനം വിത്തുകൾ തിരഞ്ഞെടുക്കുന്നതും അതിൻ്റെ പരിപാലനവും. വിത്ത് പരിപാലനത്തിനായി നമ്മൾ ഉപയോഗിക്കുന്നത് ബീജാമൃതമാണ്. ഒരു ലിറ്റർ ബീജാമൃതമാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ 250 ഗ്രാം ചാണകം, 250 ml ഗോമൂത്രം, 1 തരി മണ്ണ്, 2.5 ഗ്രാം ചുണ്ണാമ്പ്. ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ 1 ലിറ്റർ വെള്ളം ഒരു ട്രേയിൽ എടുത്ത് വെക്കുക. അതിലോട്ട് 250 ഗ്രാം ചാണകം തുണിയിലാക്കി കെട്ടി മുക്കി വെക്കണം. ഇത് നമ്മൾ 12 മണിക്കൂർ ഇതുപോലെ തണലിൽ സൂക്ഷിച്ചു വെക്കുക. അതേസമയം തന്നെ 50 ml വെള്ളത്തിൽ ചുണ്ണാമ്പ് കലർത്തി ഒരു രാത്രി വെക്കുക. പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഈ ചാണകം നന്നായി അതിൽ ലയിച്ച് ചേർന്നിട്ടുണ്ടാവും. ബാക്കിയുള്ളവ നമ്മൾ നന്നായി ഞെക്കി പിഴിഞ്ഞെടുക്കുക. ഗോമൂത്രം ചേർത്തതിന് ശേഷം ചുണ്ണാമ്പ് വെള്ളം കലർത്തി നന്നായി ഇളക്കുക. ഒരു തരി മണ്ണ് അതിലിട്ട് ഇളക്കുക. ബീജാമൃതം തയ്യാറായി. സസ്യങ്ങളിലെ വളർച്ചയ്ക്ക് ആവശ്യമായ ജൈവ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വളർച്ചാ ദ്വാരകങ്ങളെയാണ് നമ്മൾ ജൈവവളങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. മണ്ണിൻ്റെ സ്വാഭാവികത നിലനിർത്തിക്കൊണ്ട് പ്രകൃതിയിൽ നിന്ന് തന്നെ എടുക്കുന്ന ജൈവ വസ്തുക്കൾ ഉപയോഗിച്ചാണ് നമ്മൾ ജൈവവളങ്ങൾ ഉണ്ടാക്കുന്നത്. അത് മണ്ണിൻ്റെ ഫലപുഷ്ടത കൂട്ടാൻ നമ്മെ സഹായിക്കുന്നു. ഇത് കർഷകന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇതിൽ പ്രധാനപ്പെട്ട 2 ജൈവവളങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്: ഘനജീവാമൃതവും ജീവാമൃതവും. ഘനജീവാമൃതം തയ്യാറാക്കാൻ ആവശ്യമായവ: ചാണകം 10 കിലോ, ഗോമൂത്രം 100 ml, ശർക്കര 200 ഗ്രാം, പയറുപൊടി 200 ഗ്രാം, മണ്ണ് 1 പിടി. തയ്യാറാക്കാവുന്ന വിധം: 10 കിലോ ചാണകം ഒരു പ്ലാസ്റ്റിക് ചാക്കിൽ പരത്തിയിടുക. അതിലേക്ക് 200 ഗ്രാം ശർക്കര പൊടി ചേർക്കുക. ശേഷം 100 ml ഗോമൂത്രവും 200 ഗ്രാം പയറുപൊടിയും ചേർക്കുക. 1 പിടി മണ്ണ് കൂടി ചേർത്ത് നന്നായി ഇളക്കുക. ഇത് ഒരു ഉരുളയാക്കിയതിനു ശേഷം തണലത്ത് വെച്ച് ഉണക്കുക. ഇത് 6 മാസം വരെ ഉപയോഗിക്കാവുന്നതാണ്. ഉപയോഗിക്കുന്ന സമയത്ത് ഇത് പൊടിച്ച് ഉണക്ക ചാണകവുമായി കലർത്തി അടിവളമായി ഉപയോഗിക്കാം. ജീവാമൃതം. ആവശ്യമായ വസ്തുക്കൾ: ചാണകം 250 ഗ്രാം, ഗോമൂത്രം 250 മില്ലി, ശർക്കര 5 ഗ്രാം,
പയറുപൊടി 5 ഗ്രാം, മണ്ണ് 1 പിടി, വെള്ളം 5 ലിറ്റർ. തയ്യാറാക്കുന്ന വിധം: ഡ്രമ്മിൽ 5 ലിറ്റർ വെള്ളം എടുക്കുക. $250 ഗ്രാം നാടൻ ചാണകവും 250 മില്ലി ഗോമൂത്രവും എടുത്ത് വെള്ളത്തിൽ ചേർക്കുക. അതിനുശേഷം 5 ഗ്രാം ശർക്കര, 5 ഗ്രാം പയറുപൊടി എന്നിവ ചേർത്ത് ഇളക്കുക. 1 പിടി മണ്ണും കൂടി ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം പുളിപ്പിക്കാൻ വെക്കുക. ഇപ്പോൾ ജീവാമൃതം തയ്യാറാണ്. 10% ഫിൽട്ടർ ചെയ്ത ജീവാമൃതം സ്പ്രേ ചെയ്യുകയോ ജലസേചനത്തിലൂടെയോ നേരിട്ടോ വിളകളിൽ പ്രയോഗിക്കാവുന്നതാണ്. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു ലളിതമായ ഗുണപ്രദമേറിയ ഒരു കൃഷി പ്രക്രിയയാണ് പുതയിടൽ. പുതകൾ നമ്മുടെ മണ്ണിനെ ഒരു സംരക്ഷക പുതപ്പായി കരുതുക. കഠിനമായ കാലാവസ്ഥയിൽ നിന്നും കളകളിൽ നിന്നും അവയെ സംരക്ഷിക്കുന്നു. എന്നാൽ പുതകൾ ഒരു കവചം മാത്രമല്ല, ഇതൊരു പോഷക ബൂസ്റ്റർ കൂടിയാണ്. 2 തരം പുതകൾ: ഒന്ന് ജൈവ വിഘടനം ചെയ്യുന്ന പുതകൾ അഥവാ ബയോഡീഗ്രേഡബിൾ മൾച്ച്, മറ്റൊന്ന് ജൈവ വിഘടനം ചെയ്യാത്തവ നോൺ ബയോഡീഗ്രേഡബിൾ മൾച്ച്. ഏതാനും ജൈവ വിഘടന പുതകളെ പരിചയപ്പെടാം. ന്യൂസ് പേപ്പർ പുത കളകളെ നിയന്ത്രിക്കാനും മണ്ണിൽ കുറച്ച് ജൈവവസ്തുക്കൾ ചേർക്കാനും സഹായിക്കുന്നു. 1-2 സെൻറ്റിമീറ്റർ കട്ടിയുള്ള പത്രക്കടലാസ് ഉപയോഗിക്കുകയും അരികുകൾ, ഉരുളൻ കല്ലുകൾ മുതലായവ വസ്തുക്കളാൽ ഉറപ്പിക്കുകയും വേണം. വൈക്കോൽ പുത നെല്ല്, ഗോതമ്പ് എന്നിവയുടെ വൈക്കോൽ, നീലക്കടല തോട്, പരുത്തിത്തോട് മുതലായവ ഈർപ്പം സംരക്ഷിക്കുന്നതിനായി മണ്ണിൻ്റെ ഉപരിതലത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണമായ പുതയിടൽ വസ്തുക്കളാണ്. വൈക്കോൽ പോഷകമൂല്യത്തിൽ കുറവാണെങ്കിലും ദ്രവിച്ചതിനു ശേഷം അത് മണ്ണിനെ കൂടുതൽ ബലപുഷ്ടിയാക്കുന്നു. പുറംതൊലി ക്ലിപ്പുകൾ ഇത് ദീർഘകാലം നിലനിൽക്കുകയും താഴെയുള്ള മണ്ണിലേക്ക് ശരിയായ വായുസഞ്ചാരം അനുവദിക്കുകയും ചെയ്യുന്നു. തടിയുടെ പുറംതൊലിക്ക് കൂടുതൽ വെള്ളം പിടിക്കാനുള്ള കഴിവുണ്ട്. വളരെ വരണ്ടതും നനഞ്ഞതുമായ 2 പ്രദേശങ്ങളിലും പുറംതൊലി പുതയിട വസ്തുക്കൾ ഉപയോഗിക്കുന്നു. അറക്കപ്പൊടി ഇത് പ്രയോഗിക്കാൻ ഏറ്റവും എളുപ്പവും ചെലവ് കുറഞ്ഞതുമാണ്. മികച്ച ഫലം ലഭിക്കുന്നതിനായി ഇത് നന്നായി അഴുകിയ അവസ്ഥയിൽ ഉപയോഗിക്കണം. വൈക്കോലിൻ്റെ പകുതി പോഷകങ്ങൾ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ എന്നതിനാൽ പോഷകമൂല്യത്തെ വളരെ മോശമാണ്. ഉണങ്ങിയ ഇലകൾ ഇവ ചെറിയ കഷ്ണങ്ങളാക്കിയാൽ എളുപ്പത്തിൽ വിഘടിക്കും. കളകളെ അടിച്ചമർത്തുന്നതും വെള്ളം നിലനിർത്തുന്നതിനും ഉപയോഗപ്രദമാണ്. ഏകദേശം 2 ഇഞ്ച് ഉണങ്ങിയ ഇല പുതകൾ മതിയാകും. കമ്പോസ്റ്റ് പുതകൾ സൂക്ഷ്മാണുക്കളെ തഴച്ചു വളരാൻ അനുവദിക്കുകയും ചെടികളുടെ വളർച്ചയെ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ നൈട്രജനും മറ്റു പോഷകങ്ങളും നൽകുന്നു. അടുത്തതായിട്ട് ജൈവവിഘടനം ചെയ്യാത്ത പുതകളെ പറ്റി പരിചയപ്പെടാം. ആദ്യം ഉരുളൻ കല്ലുകൾ. മരങ്ങളുടെ തടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉരുളൻ കല്ലുകൾ ബാഷ്പീകരണം കുറയ്ക്കുക മാത്രമല്ല, തടത്തിലേക്ക് മഴവെള്ളം കയറാൻ സഹായിക്കുകയും ചെയ്യുന്നു. അടുത്തതായി വൈറ്റ് പ്ലാസ്റ്റിക് പുത. കറുത്ത പുതയെ അപേക്ഷിച്ച് ചെടിയിൽ കൂടുതൽ പ്രകാശം ഇത് പ്രതിഫലിക്കുന്നു. ഇത് മണ്ണിൻ്റെ താപനിലയിൽ കാര്യമായി സ്വാധീനം ചെലുത്തുന്നില്ല. ഇത് മണ്ണിൻ്റെ താപനില നിലനിർത്താനാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇത് ചില പ്രാണികളെയാണ് അകറ്റുന്നത്. ബ്ലാക്ക് പ്ലാസ്റ്റിക് പുത. കറുത്ത പ്ലാസ്റ്റിക് പുത സൂര്യപ്രകാശം മണ്ണിലേക്ക് കടക്കാൻ ഇത് അനുവദിക്കുന്നില്ല. അതിനാൽ ഇത് കളകളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. ശൈത്യകാലത്ത് ഇത് മണ്ണിനെ ചൂടാക്കുന്നു.